ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീമന്നാരായണീയം ദശകം 44. ഭഗവാന്റെ നാമകരണവും ജാതകഫല കഥനവും. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗത ഹോരാതത്തോ ഗർഗമുനി തുദ്ഗ്രഹം വിഭോ ഗതവാൻ. നന്ദോധ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനേന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വൽസംസ്കാരാൻ വിദാതുമുത്സുകധീഃ. യദുവംശാചാര്യത്വാദ് സുനിവൃതമിദം ആര്യകാരിമിതി കഥയൻ ഗർഗോ നിർഗതപുളകചക്രേ തവ സാഗ്രജസ്യ നാമാനി കഥമസ്യ നാമ കുർവേ സഹസ്രനാമ്നോ ഹി അനന്തനാമ്നോ വാ ഇതി നൂനം ഗർഗമുനി ചക്രേ തവ നാമരഹസ്യ വിഭോ. കൃഷിധാതുണകാരാഭ്യാം സപ്താനന്ദാത്മതാം കിലാഭിലപത് ജഗദഘ കർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമതേ വ്യതനോദം. അന്യാംശ്ച നാമഭേതാൻ വ്യാകുർവന്നഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം നികതത്വാം അപ്രകാശയൻ പിത്രേ. സ്നിഹ്യതി യസ്തവ പുത്രേ മുഹ്യതി സ നമായകൈഃ പുനഃശോകൈഃ ദൃഹ്യതി യസ്സതു നശ്യേത് ഇത്യവദത്തേ മഹത്വം ഋഷിവര്യഃ. ജേഷതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപതം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതിം ഋഷിരോചേ. അമുനൈവ സർവദുർഗം തരിതാസ്ഥ കൃതാർത്ഥമസ്ത്രതിഷ്ഠം ഹരിദേവേത്യനഭിലഭന്നിത്യാദി ത്വാം അവർണ്യത് സ മുനിഃ. ഗർഗേഢ നിർഗടേസ്മിൻ നന്ദിത നന്ദാദി നന്ദ്യമാനസ്ത്വം മദ്ഗത മുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ശ്രീകൃഷ്ണായ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 44. ഭഗവാന്റെ നാമകരണവും ജാതക ഫല കഥനവും. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. അല്ലയോ വിഭോ, അലംഘനീയ ശാസനത്വം ആണിവിടെ കാണിക്കുന്നത്. ഭഗവാന്റെ ശാസനങ്ങളാണ് വേദങ്ങൾ. അത് ആർക്കും ലംഘിക്കുവാൻ സാധിക്കാത്തതാണ്. മനുഷ്യനായി അവതരിച്ച തനിക്കും വേദത്തിലെ സംസ്കാര വിധികൾ ലോകസംഗ്രഹത്തിനു വേണ്ടി അനുസ്മരിക്കേണ്ടതായുണ്ട് എന്ന് പറയുന്നു. ഭഗവത് പ്രേരണ അനുസരിച്ചാണ് വസുദേവർ അദ്ദേഹത്തിൻ്റെ വംശാചാര്യനായ ഗർഗമുനിയെ ഭഗവാൻ എന്ന് നാമകരണം ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ പദം ഉപയോഗിച്ചത്. ഗൂഢമായി അമ്പാടിയിലേക്ക് അയക്കുകയാണ് ഈ ഗർഗമുനിയെ. ഭഗവാന്റെ നാമകരണത്തിനായി അയക്കുന്ന ഈ രംഗമാണ് ഈ ശ്ലോകത്തിൽ കാണുന്നത്. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 20 ശ്ലോകങ്ങളെ കൊണ്ടാണിത് വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവാന്റെ നാമകരണം, ഭഗവാൻ കൃഷ്ണന്റെ നാമകരണ കഥ ഈ ദശകത്തിൽ വളരെ
വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമൂചേ ത്വൽ സംസ്കാരാൻ വിധാതുമുത്സുകതീ. അതിനുശേഷം അവിടെ പുരോഹിതനായി ഇരിക്കാനുള്ള യോഗ്യതയെ കാണിക്കുകയാണ്. നന്ദഗോപൻ സന്തുഷ്ടനായി അങ്ങയ്ക്ക് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യാൻ ഔത്സുക്യത്തോടെ മുനിമാരിൽ വെച്ച് വളരെ ശ്രേഷ്ഠനായ ഈ ഗർഗമുനിയെ മാനിക്കുന്നവനായിട്ട് അദ്ദേഹത്തോട് പുഞ്ചിരി തൂകിക്കൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്. യദുവംശാചാര്യത്വാത് സുനിഭൃതമിതമര്യ ആര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. അല്ലയോ മഹാത്മൻ, യദുകുലത്തിൻ്റെ ആചാര്യത്വം എനിക്കുള്ളതുകൊണ്ട് ഈ സംസ്കാരകർമ്മം അത്യന്തം ഗൂഢമായി ചെയ്യണം എന്നറിയുക. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഗർഗമുനി ഇവിടെ വളരെ സന്തോഷവാനായി കാണപ്പെട്ടത്. ജ്യേഷ്ഠനോടുകൂടിയ അങ്ങയ്ക്ക് ഇവിടെ പേരിടുകയാണ്. ഗർഗമുനി നാമകരണം ചെയ്തു എന്ന് അറിഞ്ഞ് അവിടെ ആ കുട്ടി യദുകുമാരൻ ആണ് എന്ന് കംസന് അവിടെ സംശയം വരുന്നു. അത് വസുദേവരും നന്ദഗോപരും ഒക്കെ പ്രത്യേകിച്ചും അവർ തമ്മിലുള്ള ആ മൈത്രി ബന്ധം എല്ലാവർക്കും അറിയാവുന്നു. അതുകൊണ്ട് തന്നെ ഈ നാമകരണ സംസ്കാരം ഗൂഢമായിരിക്കണമെന്നും ഗർഗൻ ഇവിടെ പറയുന്നുണ്ട്. ഗർഗമഹർഷി ഈ കാര്യം കൂടി ഇവിടെ വസുദേവർക്ക് ബോധിപ്പിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. ഈ പ്രസിദ്ധിക്കനുസരിച്ചൊക്കെ 1000 നാമങ്ങളുള്ളവനാണോ, എണ്ണമറ്റ നാമങ്ങളുള്ളവനാണോ ഈ ഭഗവാൻ? എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പേരിടേണ്ടത് എന്ന് ചിന്തിച്ച് അവിടെ വളരെ മ്ലാനമായിരിക്കുന്ന ഗർഗമഹർഷി, അല്ലയോ പ്രഭോ, അങ്ങയുടെ നാമകരണം ഏകാന്തത്തിൽ വെച്ച് തന്നെ നിർവഹിക്കുകയാണ് ഇവിടെ. കൃഷ് എന്ന ധാതു കൊണ്ടും നകാരം കൊണ്ട് സത്തായ ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നത് എന്ന് പ്രസിദ്ധമായതോ ലോകത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്ന് ബോധിപ്പിക്കുന്നതോ ആയ കൃഷ്ണൻ എന്ന് പേര് മഹർഷി അങ്ങയ്ക്ക് നൽകുകയുണ്ടായി. ശൃണ്വതാംസു കഥാം കൃഷ്ണ പുണ്യശ്രവണകീർത്തന ഹൃദ്യന്തസ്ഥോ ഹ്യഭദ്രാണി വിധുനോതി സുഹൃത്സതാം. ഗർഗമുനി വാസുദേവ ആദിയായിട്ടുള്ള ആ നാമവിശേഷങ്ങളെ, ജ്യേഷ്ഠനിൽ നിന്ന് രാമ ആദി നാമങ്ങളെയൊക്കെ വ്യാകരിക്കുന്നവനായിട്ട്, അന്വർത്ഥത കാണിക്കുന്നവനായിട്ട് അവിടെ ആ അച്ഛൻ നന്ദഗോപന് അങ്ങയുടെ ഈ ഈശ്വരനാണ് എന്ന് വെളിപ്പെടുത്താതെ തന്നെ മനുഷ്യർക്കില്ലാത്ത പ്രഭാവത്തോട് കൂടിയവനാണോ എന്ന് മാത്രമൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്തിരിക്കുന്നത്. ഗർഗമുനി ഹൃദ്ഗത ഹോര തത്വനാണ് എന്ന് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ്റെ ജാതകം നോക്കിയാണ് അദ്ദേഹം ഈ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തത്. വാസുദേവൻ ജഗത്തിനെ തന്നിൽ വസിപ്പിച്ചവൻ എന്ന അർത്ഥം. ജഗത്തിലെല്ലാം ഇരിക്കുന്നവൻ, നിറഞ്ഞു വസിക്കുന്നവൻ വാസുദേവൻ. പ്രകാശസ്വരൂപനായിട്ടുള്ള ആ ഭഗവാൻ അഥവാ ലീലകൾ ആടുന്നവനായിട്ടുള്ള ഭഗവാൻ ഉണ്ണികൃഷ്ണൻ എന്ന് ആ ഭഗവാന് നാമകരണം ചെയ്യുന്നതിന് വിശേഷിപ്പിച്ചു. ലോകത്തെ രമിപ്പിക്കുന്നവനായതുകൊണ്ട് രാമൻ ജ്യേഷ്ഠന് ഈ പേർ അന്വർത്ഥമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അടുത്ത 3 ശ്ലോകത്തിൽ ഗർഗമഹർഷി ചെയ്യുന്ന ഈ ജാതക ഫല വർണ്ണനത്തെ കേൾക്കുക. സ്നിഹ്യതിയൽ തവ പുത്രേ മുഹ്യതി സന മായികൈ പുനഃശോകൈ ദുഹ്യതിയ സതു നശ്യേദിത്യവദത്തേ മഹത്വമൃഷിവര്യ. ആരാണോ അങ്ങയുടെ മകനിൽ സ്നേഹം പുലർത്തുന്നത്, ആരാണോ മകനെ ഇഷ്ടപ്പെടുന്നത്, ഏതൊരാളാണോ വാരിക്കോരി കണ്ണനെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഭഗവാനിൽ പ്രേമം വളർത്തുന്നത് ആരാണോ അദ്ദേഹം പിന്നീട് ഒരിക്കലും മായ കൊണ്ടുണ്ടാകുന്ന ദുഃഖത്തെ അവിടെ മോഹിക്കുകയില്ല. ആരാണോ അങ്ങയിൽ നിന്നും അകന്ന് ദ്രോഹം ചെയ്യുന്നത് അവനാകട്ടെ നശിച്ചു പോകുന്നതുമാണ് എന്നിങ്ങനെ ആ ഭഗവാന്റെ മഹാത്മ്യത്തെ ഋഷിപുങ്കവനായിട്ടുള്ള ഗർഗമഹർഷി അവിടെ വിസ്തരിച്ച് പറഞ്ഞു. ഭഗവത് ഭക്തൻ മായാദുഃഖത്തെ അതിക്രമിക്കുന്നവനാണെന്നും ഭഗവത് ദ്വേഷി സർവനാശം അനുഭവിക്കേണ്ടവനാണെന്നും ഇവിടെ വ്യംഗ്യം.
ജേഷ്യതി ബഹുതരദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമലപദം ശ്രോഷ്യസി സുവിമലകീർത്തിരസ്യേതി ഭവദ്വിഭൂതി മൃഷിരൂചേ. ഈ ഉണ്ണി വളരെയധികം അസുരന്മാരെ ജയിക്കുന്നതാണ് എന്ന് ആ ജാതകഫലം കഥനത്തെ ഇവിടെ ഓർമ്മിച്ചു. തൻ്റെ ഇഷ്ടജനങ്ങളെ ദുഃഖരഹിതമായ സ്ഥാനത്തിൽ എത്തിക്കുന്നവനാണ്. ഈ ഉണ്ണിയുടെ അത്യന്ത നിർമ്മലങ്ങളായ കീർത്തികൾ എങ്ങും കേൾക്കത്തക്കതാകും. വളരെ പ്രശസ്തനായ ഈ കുഞ്ഞുബാലൻ്റെ വികൃതികളും ഈ ചാപല്യങ്ങളുമൊക്കെ ലോകം എന്നും എന്നും ഏത് യുഗങ്ങളിലും അനുസ്മരിക്കത്തക്കതാകും എന്നിങ്ങനെയുള്ള ഭഗവാന്റെ ആ മഹിമയെ ഗർഗ മഹർഷി വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതായിട്ടാണ് ശ്ലോകങ്ങൾ വർണ്ണിച്ചിരിക്കുന്നത്. അമലപദം മോക്ഷം എന്ന് സൂചിപ്പിച്ചു. സുവിമല കീർത്തി പാപഹരമായ കീർത്തി എന്ന് അവിടെ ഗൂഢമായി അർത്ഥത്തെ ധ്വനിപ്പിച്ചു. അമുനൈവ സർവദുർഗം തരിതാസ്ഥകൃതാസ്ഥമത്ര തിഷ്ഠധ്വം ഹരിരേവേത്യനല അനഭിലപൻ ഇത്യാദി ത്വാം അവർണയത്സമുനി. ഈ ഉണ്ണിയെ കൊണ്ട് തന്നെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നിങ്ങൾ തരണം ചെയ്യുന്നതായിരിക്കും. ഈ ഉണ്ണിയിൽ ആദരവോടുകൂടി ഇരുന്നു കൊള്ളുക എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ജാതക ഫലമായിട്ട്. ഈ ഭഗവാനെ സ്മരിക്കുക, ആദരവുള്ളവനായി രക്ഷകനായി കരുതുക. എല്ലാവരും അവിടുന്ന് ശ്രീഹരിയാണ് എന്ന് തുറന്നു പറയാതെ ആ ഗർഗ മഹർഷി അങ്ങയെപ്പറ്റി വർണ്ണിക്കുകയാണ്. ഭഗവാൻ മനുഷ്യനായി ജനിച്ച കൃഷ്ണൻ സർവരിലും ആനന്ദത്തെ ദ്യോതിപ്പിക്കുന്നു. ഈ ഉണ്ണിയെ കാരണമായിക്കൊണ്ട് ദുസ്തരമായ സംസാരസാഗരം നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. ഈ ഉണ്ണിയിൽ ഭക്തന്മാരായിരിക്കുന്നവരെല്ലാം എന്നും പൂർവാർദ്ധത്തിൽ ഇവിടെ സന്തോഷാനുഭൂതിയിലെത്തിച്ചേരും എന്ന് വ്യംഗ്യം. ഗർഗേധ നിർഗതേസ്മിൻ നന്ദിത നന്ദാതി നന്ദ്യമാനസ്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുത്പുരാധീശ. ശ്രീ ഗുരുവായൂരപ്പ, ഈ ഗർഗമുനി പോയപ്പോൾ സന്തുഷ്ടരായ നന്ദഗോപാദികളാൽ അഭിനന്ദിച്ച് ഓമനിക്കപ്പെടുന്ന ആ ഭഗവാനെ അങ്ങ് ഉള്ളിൽ നിറഞ്ഞ അതേ കരുണയോടെ തന്നെ എൻ്റെ രോഗത്തെ മാറ്റിത്തരണമേ എന്ന് മേൽപ്പത്തൂർ കൂടി പറയുമ്പോഴാണ് ഇവിടെ ഈ ശ്ലോകത്തിന് പരിസമാപ്തിയാവുന്നത്. ഗുരുവായൂരപ്പ, ഗർഗമുനി അങ്ങയെ വർണ്ണിച്ചത് കേട്ട് അങ്ങയ്ക്ക് നാമകരണ കർമ്മം ചെയ്തതും ആ ജാതക കർമ്മഫലത്തെ വിവരിച്ച് അമ്പാടിയിലും ഗോകുലത്തിൽ എല്ലാവർക്കും ധരിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഓർമ്മിച്ചുകൊണ്ട് സന്തുഷ്ടരായിത്തീർന്ന നന്ദഗോപാദികൾ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് രൂപത്തെ ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ എന്നെന്നും കരുണയോടെ സ്മരിക്കുന്ന സകല ജനങ്ങളും കലികാലത്തിൽ മുക്തി നേടുന്നവരായിരിക്കും എന്നുകൂടി ഓർമ്മിക്കുന്നു. അങ്ങനത്തെ ആ ഭഗവാന്റെ കരുണ എന്നിലും വർഷിക്കണമേ, എൻ്റെ രോഗത്തെ കൂടി മാറ്റണമേ എന്ന് മേൽപ്പത്തൂർ ഈ സംക്ഷിപ്തമായിട്ടിവിടെ ഉപസംഹാര ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഏവർക്കും ഭഗവത് പ്രീതി ഉണ്ടാവട്ടെ എന്നുകൂടി സ്മരിക്കുന്നു. ഹരേ നമ. ശ്രീകൃഷ്ണായ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.